ഹായ് ഹലോ. അപ്പോൾ ഞാനിതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതായത് നമ്മളുടെ സ്പെഷ്യലി NRI കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ബൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഓർഡേഴ്സ്, അതായത് കസ്റ്റമേഴ്സ് കുറച്ച് പേരൊക്കെ ഇങ്ങനെ 6 7 അങ്ങനെ ബുക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഷിപ്പിംഗ് കോസ്റ്റ് കുറച്ചും കൂടി പുറത്തുള്ള കസ്റ്റമേഴ്സിന് അത് ബാലൻസ്ഡ് ആവാൻ ആ ഒരു മെത്തേഡ് കുറേ പേര് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമ്മളൊരു പ്രിവിലേജ് എന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ഒരു 6 7 അതുപോലെ ഒരു മിനിമം വാല്യൂ നമ്മൾ വെച്ചിട്ടുള്ള ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ അവർക്കൊരു 15% ഒരു ഓഫർ, അതല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിട്ട് ടോട്ടൽ വാല്യൂവിൽ നിന്ന് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഇൻസൈഡ് കേരള ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് അത് ചെയ്യും. അതുപോലെ തന്നെ അതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെയിൽസ് ടീമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബൾക്ക് ഓർഡേഴ്സ് ഇത്രയും രൂപ കൊടുത്ത്, അതായത് അറൗണ്ട് എനിക്ക് തോന്നുന്നു പുറത്തേക്കൊക്കെ പോകുമ്പോൾ 4000 5000 ഒക്കെ വരും ഷിപ്പിംഗ് കോസ്റ്റ്. അപ്പോൾ അതൊരു മിനിമം റേഞ്ചിലേക്ക് നമ്മളൊരു കൃത്യം അത്രേ ആഡായി വരുള്ളൂ. നമ്മളെല്ലാവരും ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യണവരായിരിക്കും പുറത്തുള്ളവർ കൂടുതലും. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു ലോസ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പം അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വൺ ടൈം പേയ്മെൻറ്റിൽ ഇത്രയും ഒരു ബൾക്ക് ഓർഡർ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് നമ്മൾ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. അതിന് മിനിമം ഒരു ബുക്കിംഗ് ടൈം 3 months നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഓക്കെ ഉള്ള കസ്റ്റമേഴ്സിന് അത് എപ്പോഴും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ, അങ്ങനെ കുറേ പേർക്ക് അത് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇത്ര ബൾക്ക് വാല്യൂ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാരണം നമുക്കത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ടൈമും വേണം. അപ്പോൾ അത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ പേജിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ക്ലോത്ത്സ്, അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. കാരണം ഇതൊക്കെ കുറച്ചും കൂടി ബെറ്റർ വേ ആണ് നിങ്ങൾക്ക് പുറത്തിരിക്കുന്നവർക്ക്. ഓക്കെ, അത് മാത്രമല്ല ഇൻസൈഡ് കേരള ഉള്ളവർക്കും അല്ലെങ്കിൽ ഇൻസൈഡ് ഇന്ത്യ എല്ലാവർക്കും ഇത് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ സ്പെഷ്യലി എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. താങ്ക് യു.